ഇടക്കൊച്ചി അക്വിനാസ് കോളേജിന്റെ നേതൃത്വത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച അക്വിനിയൻ ഫെസ്റ്റ് 2026 കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജോസഫ് ജോൺ ഉദ്ഘാടനം ചെയ്തു. ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയും ശാസ്ത്ര സാങ്കേതിക കലാമേഖലകളിലെ നൂതന പ്രവണതകളും പരിചയപ്പെടുത്തുന്നതിനായി ഒരുക്കിയ എക്സിബിഷനുകളിലും മത്സരങ്ങളിലും കൊച്ചിയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കോളേജ് ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനങ്ങൾ വിവരിക്കുന്നതിനും ആധുനിക സാഹചര്യങ്ങളിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി മനസ്സിലാക്കുന്നതിനുമായാണ് ഇടക്കൊച്ചി അക്വിനാസ് കോളേജിൽ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി അക്വിനിയൻ ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ഫെസ്റ്റിന്റെ ഉദ്ഘാടനം കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജോസഫ് ജോൺ നിർവഹിച്ചു. എറണാകുളം ജില്ലയിലെ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോളേജിന്റെ കവാടങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ്. അവർ പഠിക്കുന്ന കാര്യങ്ങൾ നേരിട്ട് കാണുവാനും അതൊരു അനുഭവമാക്കി മാറ്റുവാനുള്ള അവസരമാണ്. 2008 ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഫിസിക്സ് ഷോ എന്നാരംഭിച്ച ഈ പരിപാടി പിന്നീട് 2 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇലക്ട്രോഫെസ്റ്റായിട്ടും പിന്നീട് ഒരു 2 വർഷം കൂടി കഴിഞ്ഞപ്പോൾ അത് അക്വിനിയൻ ഫെസ്റ്റ് അല്ലെങ്കിൽ ഒരു ഓപ്പൺ ലാബ് പ്രോഗ്രാമായിട്ട് നടത്തുകയാണ്. By the talented faculty of the English department, mainly Alison ma'am and Roshni ma'am. സ്കൂൾ വിദ്യാർത്ഥികളിൽ കലാശാസ്ത്ര സാങ്കേതിക മേഖലകളോടുള്ള ആഭിമുഖ്യം വളർത്തുന്നതിനായി സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിയിൽ കൊച്ചിയിലെ വിവിധ സ്കൂളുകളുടെ പങ്കാളിത്തം ശ്രദ്ധേയമായി. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ടാനിയ ജോൺ, IKC കോർഡിനേറ്റർ ഡോക്ടർ ബെറി ഹോളിഡേ, കോർഡിനേറ്റർ ഡോക്ടർ വിജോ എം, ജോയ് എന്നിവർ സംസാരിച്ചു. വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ എക്സിബിഷനെ സംബന്ധിച്ച് ഡിപ്പാർട്ട്മെന്റ് HODമാർ വിശദീകരണം നൽകി. സസ്റ്റൈനബിലിറ്റിക്കാണ് ഞങ്ങൾ ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഇൻഫ്ലേഷൻ, അൺഎംപ്ലോയ്മെൻറ്റ്, അതിൻ്റെ സ്റ്റോൾസുകളും ഒക്കെ നമ്മളിവിടെ മോഡൽസുകളായിട്ട് വെച്ചിട്ടുണ്ട്. ഫെസ്റ്റിൻ്റെ 2026 വേർഷനാണ്. ടെക്നോളജിയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് പുതിയ പുതിയ രീതികളിൽ എന്തൊക്കെയാണ് കൊമേഴ്സിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, പുതിയ സാങ്കേതിക വിദ്യകൾ, പുതിയ ഐഡിയാസ്, പുതിയ നോളജ് പബ്ലിക്കിലോട്ട് കൈമാറുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ കുട്ടികൾ അവർ ആർജിച്ചെടുത്ത അറിവും കഴിവും പബ്ലിക്കിലോട്ട് കൈമാറുകയാണ്. ഇലക്ട്രോ ഫെസ്റ്റിലൂടെ നമ്മൾ കൂടുതൽ കുട്ടികളെ ടെക്നിക്കലായിട്ട് അട്രാക്ട് ചെയ്യുക, അവർക്ക് കൂടുതൽ ടെക്നോളജിയിൽ കൂടുതൽ താല്പര്യം ഉണ്ടാവുക, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്സ് അക്വിനാസ് ഫെസ്റ്റിനെ വെച്ചിരിക്കുന്നത് ആസ്ട്രോസൂട്ട് എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ്. ബേസിക്കലി ആകാശത്തുള്ള കോൺസ്റ്റലേഷനുകളെ മൃഗങ്ങളുടെ ഛായയുള്ള 9ഓളം കോൺസ്റ്റലേഷൻ എടുത്തിട്ട് അവരുടെ സ്റ്റാറിൻ്റെ ടെമ്പറേച്ചർ കറസ്പോണ്ടിങ് ആയിട്ടുള്ള LED വെച്ചിട്ട് നമ്മളൊരു ഡാർക്ക് റൂമിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മാത്സ് സോഫിയ എന്ന പേരിലാണ് ഈ വർഷം നമ്മളുടെ ഫെസ്റ്റ്, ഡിപ്പാർട്ട്മെന്റ് ഫെസ്റ്റ് ഒരുക്കിയിട്ടുള്ളത്. അതിൽ പ്രത്യേകമായിട്ട് നമുക്ക് 3 കമ്പോണൻസ് ആണുള്ളത്. ഒന്ന് എക്സിബിഷൻ തന്നെയാണ്, രണ്ടാമത്തെ ആയിട്ട് പസിൽസ് ആൻഡ് ഗെയിംസ് വരുന്നുണ്ട്, കൂടാതെ ഒരു പ്രസന്റേഷൻ കുട്ടികൾ തന്നെ തയ്യാറാക്കിയിട്ടുള്ള മാത്തമാറ്റിക്സിലെ ഫാസിനേറ്റിംഗ് തിങ്സ്, ഫാക്ട്സ് അബൌട്ട് മാത്തമാറ്റിക്സ് എന്നുള്ള രീതിയിൽ ഒരു പ്രസന്റേഷനും കമ്പ്യൂട്ടർ ലാബിൽ തയ്യാറാക്കിയിട്ടുണ്ട്. വിവിധ മത്സരങ്ങളും സാംസ്കാരിക പരിപാടികളും ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ നാടകവും അരങ്ങേറി. കൂടാതെ കോളേജ് നാമധാരിയായ വിശുദ്ധ അക്വിനാസിന്റെ തിരുനാളിനോടനുബന്ധിച്ച് ഫാദർ സിജു ജോസഫ് പാലിയത്തറയുടെ കാർമ്മികത്വത്തിൽ ദിവ്യബലി അർപ്പിക്കുകയും വിശുദ്ധ അക്വിനാസിന്റെ ഗ്രോട്ടോയ്ക്ക് മുൻപിൽ പുഷ്പങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കഴിക്കും. സൗഹൃദങ്ങൾ മനോഹരമാവട്ടെ. സോൾട്ടിലെ വിഭവങ്ങൾ പോലെ. ദ സോൾട്ട് റെസ്റ്റോറന്റ്.